നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനിന്ന് പ്രസംഗിക്കുവാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ നിസ്തൂലത എന്ന വിഷയമാണ്. തുലനം ചെയ്യാനാവാത്തത്, താരതമ്യം ചെയ്യാനാവാത്തത് എന്നൊക്കെയാണ് നിസ്തൂലത എന്ന വാക്കിനർത്ഥം. മറ്റാരുമായി താരതമ്യം ചെയ്യാനാവാത്ത ചില ഗുണവിശേഷങ്ങൾ യേശു ക്രിസ്തുവിലുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1. യേശു ജനനത്തിൽ നിസ്തുലൻ. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. ഉദാഹരണത്തിന് മീഖ 5-ാം അധ്യായം 2-ൽ യേശു ജനിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് മീഖ പ്രവാചകൻ പ്രവചിച്ചു. അതുപോലെ യെശയ്യാ 7-ാം അധ്യായം 14-ൽ യേശു കന്യകയുടെ മകനായി ജനിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. ഈ പ്രവചനങ്ങൾ പോലെ പിന്നീട് യേശു മറിയ എന്ന കന്യകയുടെ മകനായി ബേത്ലഹേമിൽ ജനിച്ചു. ഇതുപോലെ കന്യകയുടെ മകനായി ജനിച്ച മറ്റൊരാളും ലോക ചരിത്രത്തിൽ വേറെയില്ല. അതിനാൽ യേശു ജനനത്തിൽ നിസ്തുലൻ. 2. യേശു ജീവിതത്തിൽ നിസ്തുലൻ. എല്ലാവരും പാപം ചെയ്തു എന്നാണ് റോമർ 5-ാം അധ്യായം 12-ൽ കാണുന്നത്. എന്നാൽ യേശുവിന് പാപമില്ലായിരുന്നു. യേശു നീതിമാനായിരുന്നു. പഴയ നിയമ പ്രവാചകരും പുതിയ നിയമ എഴുത്തുകാരും യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദായും ശിക്ഷ വിധിച്ച പീലാത്തോസും ഇത് ശരിവെക്കുന്നു. പാപമില്ലാത്ത ജീവിതം നയിച്ച മറ്റൊരാളും ലോക ചരിത്രത്തിൽ വേറെയില്ല. അതിനാൽ യേശു ജീവിതത്തിൽ നിസ്തുലൻ. 3. യേശു മരണത്തിൽ നിസ്തുലൻ. മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു ക്രൂശിൽ മരിച്ചത്. യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പാപക്ഷമ ലഭിക്കുന്നുവെന്നാണ് റോമർ 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ പാപം മോചിക്കുവാനായി മരിച്ച മറ്റൊരാളും ലോക ചരിത്രത്തിൽ വേറെയില്ല. അതിനാൽ യേശു മരണത്തിൽ നിസ്തുലൻ. മരണത്തിൽ നിന്ന് ഉയർത്ത പലരുടെയും ചരിത്രം ബൈബിളിലുണ്ട്. എന്നാൽ പിന്നീട് അവരൊക്കെയും മരിച്ചു മൺമറഞ്ഞു. എന്നാൽ പ്രവചനങ്ങൾ പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് ജീവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ വേറൊരാൾ ലോക ചരിത്രത്തിലില്ല. അതിനാൽ യേശു ഉയർത്തെഴുന്നേൽപ്പിൽ നിസ്തുലൻ. ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും നിസ്തുലനായ ക്രിസ്തുവിനെ അനുഗമിപ്പാൻ അവസരം ലഭിച്ച നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ക്രിസ്തു വാഗ്ദത്തങ്ങളിൽ നിസ്തുലനാണ് എന്ന് നമ്മൾ അന്നറിയും. ഈ നിസ്തുലനായ ക്രിസ്തുവിൽ എന്നും നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആമേൻ.